എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ഒരു ബൺ ഉണ്ടാക്കി കാണിക്കാൻ പോവുകയാണ്. ഞാൻ ബണ്ണിൻ്റെ വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൽ ഞാൻ വെജിറ്റബിൾസ് ഒന്നും സ്റ്റഫ് ചെയ്തിരുന്നില്ല. അപ്പോൾ ഇന്ന് ഞാൻ വെജിറ്റബിൾസ് ഒക്കെ വെച്ചൊന്ന് സ്റ്റഫ് ചെയ്തെടുക്കുന്ന ബണ്ണാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അതിന് എന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. മൈദ 3 കപ്പ്, ഉരുളക്കിഴങ്ങ് 4 എണ്ണം ഇടത്തരം, സവാള ഒന്ന് ചെറുതായി അരിഞ്ഞത്, ബീൻസ് 1 പിടി, ക്യാരറ്റ് 2, ക്യാബേജ് 1/4 ഭാഗം, ഈസ്റ്റ് 1/2 ടീസ്പൂൺ, വെളുത്ത എള്ള് ആവശ്യത്തിന്, മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, പാല് ആവശ്യത്തിന്, ബട്ടർ ആവശ്യത്തിന്, പഞ്ചസാര 3 ടേബിൾ സ്പൂൺ, എണ്ണ ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്, മല്ലിയില ആവശ്യമുള്ളത്ര, ഉപ്പ് ആവശ്യത്തിന്. ആദ്യം നമുക്ക് മൈദയിലേക്ക് ഈസ്റ്റ്, ഉപ്പ്, പഞ്ചസാര ഇത്രയും ചേർത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളം ഒത്തിരി കൂടി പോകരുത്. അതുപോലെ തന്നെ നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്നതിനേക്കാളും ഒരു ഇച്ചിരി കൂടെ ലൂസായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പം നമുക്ക് അല്പം എണ്ണയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നിങ്ങൾക്ക് എണ്ണയോ വെണ്ണയോ ചേർക്കാം കേട്ടോ. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതിന് മുകളിലേക്ക് അല്പം എണ്ണ കൂടി തടവിയതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് മാവ് ഒന്ന് പൊങ്ങി വരാനായി ചെറിയ ചൂടുള്ള സ്ഥലത്തേക്ക് ഒരു 45 മിനിറ്റ് മുതൽ 1 മണിക്കൂർ സമയം വരെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. മാവ് പൊങ്ങി വരുമ്പോഴേക്കും നമുക്ക് ബണ്ണിനുള്ളിൽ നിറയ്ക്കാനുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ബീൻസ് നമുക്ക് സൈഡിലുള്ള നാരൊക്കെ മാറ്റി കഴുകിയെടുത്ത് ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് പച്ചക്കറികൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് വെള്ളവും അല്പം ഉപ്പും കൂടി ചേർത്ത് കുക്കർ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ക്യാരറ്റിൻ്റെ തോലൊന്നും ചീകാതെ നന്നായിട്ട് കഴുകിയെടുത്തിട്ടാണ് വേവിക്കുന്നത്. ഇപ്പോൾ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ക്യാരറ്റും ബീൻസും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റിൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും തോൽ നമുക്ക് മാറ്റിയെടുക്കണം. ഇനി നമുക്ക് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു കടായി ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതും സവാള ഇട്ട് കൊടുത്ത് വഴറ്റണം. അല്പം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. സവാള വഴന്നത് നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല എന്നിവ ചേർത്ത് പച്ച മണം മാറുന്നത് വരെ വഴറ്റണം. ഇപ്പം നമുക്കിതിലേക്ക് ക്യാബേജ് ചേർത്ത് ഇളക്കാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വേവിക്കാം. 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ക്യാബേജ് ഒരുവിധം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്.
നമ്മൾ കുഴച്ച് വെച്ച മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോൾ കയ്യിലൊരൽപ്പം എണ്ണ തടവിയിട്ട് ഒന്നും കൂടി നന്നായിട്ട് നിന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ട്രെയിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം മൈദ ഒന്ന് വിതറിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൈകളിലേക്ക് ഒരല്പം എണ്ണ തേച്ചിട്ട് കുറേശ്ശെ മാവെടുത്ത് ഉരുളകളാക്കി വയ്ക്കാം. ഇപ്പോൾ ഓരോ ഉരുളകളും കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് അതിലേക്ക് ഓരോ സ്പൂൺ ഫില്ലിങ് വെച്ച് അത് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഫില്ല് ചെയ്ത് ട്രേയിലേക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിതിൻ്റെ മുകളിലേക്ക് അല്പം പാല് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് മുകളിലേക്ക് വീണ്ടും നമുക്ക് അല്പം വെളുത്ത എള്ള് വിതറാം. ഇപ്പോൾ നമുക്കിത് 200 ഡിഗ്രി ഫാരൻഹീറ്റിൽ ചൂടാക്കിയിട്ടിരിക്കുന്ന ഓവനിൽ വെച്ച് 10 മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. 10 മുതൽ 15 മിനിറ്റ് വരെ സമയം എടുക്കും കേട്ടോ. നമ്മുടെ ബൺ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് മുകളിലേക്ക് അല്പം ഉരുക്കിയ വെണ്ണ